നേരം വെളുത്ത് ചെവി തല കേൾക്കാൻ സമ്മതിക്കുന്നില്ല. ഇച്ചിരി ഒരു കഷ്ണം മീൻ വറുത്തതുണ്ടായിരുന്നു ഇന്നലത്തെ. അപ്പോൾ അത് ഇത്തിരി ചോറും കൂട്ടി കുഴച്ച് കൊടുത്തു നോക്കട്ടെ. എന്തൊരു ഭയങ്കര രാവിലെ തുടങ്ങിക്കണോ. ഈ ഗർഭിണി ആയതുകൊണ്ട് ഒരു പാവം തോന്നുന്നു. എന്തൊരു ശല്യമാടി എന്നെ കൊണ്ട്. രാവിലെ തുടങ്ങിയതാണല്ലോ നിലവിളിക്കാൻ. ഞാൻ മീനൊന്നും കൂട്ടാത്തോളാം കേട്ടോ. ഇവിടെ മക്കളുള്ളപ്പോഴേ മീൻ വാങ്ങും. പണിക്ക് വേണ്ടി JCB വരുന്നുണ്ട്. ജാങ്കുമോന് നല്ല സമാധാനം ഉണ്ട് കേട്ടോ. അപ്പോൾ മുറിവൊക്കെ കുറച്ച് ഉണങ്ങി പുഴുക്കളൊന്നുമില്ല. ഇന്നലെ ഞങ്ങൾ നന്നായിട്ട് ഞാനും മോനും കൂടിയൊക്കെ വൃത്തിയാക്കി മരുന്നൊക്കെ വെച്ച് കൊടുത്തു. ഇപ്പോൾ അതിന് ഒത്തിരി സമാധാനമുണ്ട്. പിന്നെ പുഴുക്കൾ ഏതാണ്ട് ചത്തുപോയി എന്നാണ് തോന്നുന്നത്. ഒന്നിനെയും കണ്ടില്ല ഇന്നലെ. പിന്നെ എനിക്ക് ശരിക്കും എന്നെക്കാട്ടിലും കൂടുതൽ മോനാണല്ലോ അറിയാം. മോനതിൻ്റെ ഉള്ളിലൊക്കെ നോക്കി കണ്ടില്ല. പിന്നെ നല്ലോണം മരുന്നൊക്കെ വെച്ച് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങുവാണ്. ഇന്നലെ നന്നായിട്ട് കുളിപ്പിച്ചു മിടുക്കനാക്കി. അപ്പോൾ ആ കിടക്കയുണ്ടല്ലോ, കുറേ പഴക്കം ചെന്ന് കിടക്കയായിരുന്നു. അപ്പോൾ ആ കിടക്ക കളയാൻ പറഞ്ഞു മോൻ. വേറെ പുതിയ കിടക്ക വാങ്ങാൻ ആ കിടക്ക കളഞ്ഞു. കിടപ്പ് ഞാൻ നാളെയോ മറ്റന്നാളോ, ഇന്നും എനിക്കൊരു മരിച്ചെടുത്ത് പോകാനുണ്ട്. നാളെയോ മറ്റന്നാളോ ഞാനൊരു കിടക്ക ഉണ്ടാക്കും. അവന് പുതിയ കിടക്ക വേറെ വാങ്ങണ വരേക്ക്. നല്ല തണുപ്പല്ലേ. ഇവർക്ക് തണുപ്പാണ് വേണ്ടേന്ന് പറയണു. എന്തായാലും ഇപ്പോൾ ഒരു സമാധാനമുണ്ട്. ഇന്നലെ ഫുഡൊക്കെ കഴിച്ചു. കുളിപ്പിച്ചപ്പോൾ തന്നെ അവനൊരു സമാധാനമായി എന്ന് തോന്നുന്നു. കാരണം ഒരാഴ്ചയായിരുന്നു കുളിപ്പിച്ചിട്ട്. ഈ ചൂടുകാലമായതുകൊണ്ട് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഇപ്പം നല്ല സുഖമായിട്ട് കിടക്കുന്നുണ്ട്. മോനെ മോനെ മോക ഇരിക്കുന്ന കണ്ടില്ലേ.